ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശില്പ ദ ന്യൂ ബോൺ നഴ്സ് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ശില്പ, ഞാൻ കുട്ടികളുടെ നഴ്സാണ്. നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ചലഞ്ചസ് ഇൻ ബ്രസ്റ്റ് ഫീഡിങ്. അതായത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരമ്മ എന്തൊക്കെ പ്രോബ്ലംസാണ് ഫേസ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ലോ മിൽക്ക് സപ്ലൈ കേട്ടോ. ലോ മിൽക്ക് സപ്ലൈ ഒരുവിധം എല്ലാവരും ആദ്യമേ പേടിക്കുന്ന ഒരു കാര്യമാണ്, മിൽക്ക് കുറവായിരിക്കുമോ എന്നുള്ളത്. അപ്പം ഇതിലെനിക്ക് കൂടുതലും പറയാം, ഇത് കൂടുതലും ഒരു ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു അമ്മേൻ്റെ കാര്യമാണ്. അങ്ങനെയുള്ള അമ്മമാർ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമുക്ക് വരുന്ന മിൽക്ക്, ആദ്യത്തെ ഫസ്റ്റ് 3 days നമ്മുടെ മിൽക്കിന് എമൗണ്ട് കുറവായിരിക്കും. 3 days കഴിയുമ്പോൾ എമൗണ്ട് കൂടുകയുള്ളൂ. പക്ഷേ ആ 3 days വരെ വരുന്ന മിൽക്ക് നല്ല തിക്കായിട്ടുള്ള യെല്ലോ മിൽക്കാണ്, കൊളസ്ട്രോൾ ആണ്. അത് റിച്ച് ഇൻ ആൻറ്റിബോഡീസ്, ന്യൂട്രിയൻസ് ഒക്കെ ഏറ്റവും കൂടുതലുള്ള മിൽക്കാണ്. ഫീഡിങ് ഈസ് എ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബേബി സക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ നിപ്പിളിൽ അത് സെൻസ് ചെയ്ത് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്ത് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം കഴിവതും എല്ലാ 2 hours, മിനിമം 2 hours കൂടുമ്പോഴെങ്കിലും സക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ബ്രെയിൻ സെൻസ് ചെയ്ത് കൂടുതൽ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പം ആദ്യത്തെ ബ്രസ്റ്റ് ഫീഡിങ് ചിലപ്പോൾ 1-2 ഡ്രോപ്പൊക്കെ ആയിരിക്കും വരുന്നത്. അത് പക്ഷേ നോർമലാണ്. ബേബി സക്ക് ചെയ്യുന്നതനുസരിച്ച് മിൽക്ക് വരുള്ളൂ കേട്ടോ. ഫസ്റ്റ് ഡേയിൽ ബേബി സക്ക് ചെയ്യുമ്പം ഒരു ഫീഡിൽ 5 to 7 ml ഓഫ് മിൽക്ക് ബേബിക്ക് ഇനഫ് ആവശ്യമുള്ളൂ. അതേ ബേബീൻ്റെ വയറിൽ കൊള്ളുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആ ഒരു സപ്ലൈ ഓഫ് മിൽക്ക് നമുക്ക് ബോഡിക്ക് തരാനാകുമോ ഫസ്റ്റ് ഡേയിൽ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്രീക്വൻ്റ് ആയിട്ട് ഫീഡ് ചെയ്യണം കേട്ടോ. അപ്പം ഇനിയിപ്പം പിന്നെ വേറെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഡേയിലൊക്കെ നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ചോദിക്കും പാല് കുറവാണോ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ അതിന് നിങ്ങൾ ആരങ്ങനെ ചോദിച്ചാലും പറയണം, ഇല്ല, ആദ്യത്തെ 3 ദിവസം ഇത്ര എമൗണ്ടുള്ളൂ, 3rd day മുതൽ മിൽക്ക് കൂടിക്കോളും എന്ന് പറയുക. അതുപോലെ നമ്മുടെ തലയിൽ ഒരു കൺഫ്യൂഷനോ ഒരു ഡൗട്ടോ അതിൻ്റെ പേരിൽ ഉണ്ടാക്കരുത്. ഓക്കെ, ഇനി അങ്ങോട്ടേക്കും മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പമ്പ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രസ്റ്റ് പമ്പ് ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്യും. അപ്പം തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ കൂടും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് മിനിമം 3 liter ഓഫ് വാട്ടർ കുടിക്കണം. അതൊന്ന് ആലോചിച്ച് നോക്കി, എന്തെങ്കിലും ബോഡിയിൽ വാട്ടർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ, ബോഡിക്ക് തരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫെനുഗ്രീക്ക്, അതായത് ഉലുവ, ബദാം, ഓട്സ്, മുട്ടേൻ്റെ വെള്ള, ഈ 4 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മിൽക്ക് പ്രൊഡക്ഷൻ സൂപ്പറായിരിക്കും, നല്ല രീതിയിൽ മിൽക്ക് വരും കേട്ടോ. ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് പുവർ ലാച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേബീൻ്റെ മൗത്തും നമ്മുടെ ബ്രസ്റ്റും തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് തന്നെയാണ് ലാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാച്ചിങ് പ്രോപ്പർ ആണെങ്കിൽ ഒരു പരിധി വരെയുള്ള ഫീഡിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലാച്ചിങ്. അപ്പം ഈ ലാച്ചിങ്ങിൽ ബേബീൻ്റെ ലിപ്സ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഏരിയോളേൻ്റെ 3/4 കവർ ചെയ്യണം. ഏരിയോള എന്ന് പറയുന്നത് നിപ്പിൾ കഴിഞ്ഞിട്ടുള്ള ബ്ലാക്ക് പാർട്ടിനെയാണ് ഏരിയോള എന്ന് പറയുന്നത്. അപ്പം ബേബീൻ്റെ മൗത്ത് വൈഡ് ഓപ്പൺ ആയിരിക്കണം. എന്നിട്ട് ആ ലിപ്സ് ഏരിയോളേൻ്റെ 3/4 കവർ ചെയ്തിട്ടാണ് ബേബി സക്ക് ചെയ്യുന്നതെങ്കിൽ അതൊരു പ്രോപ്പർ ലാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഗുഡ് ലാച്ചിങ് ആണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയുള്ള നിപ്പിൾ പെയിൻ കുറയ്ക്കാൻ പറ്റും. ബേബീസിന് നല്ല എമൗണ്ട് മിൽക്കും കിട്ടും. അപ്പോൾ ഈ ഗുഡ് ലാച്ചിങ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പം ആദ്യമേയൊക്കെ ന്യൂ മോംസിനൊക്കെ ലാച്ചിങ് പ്രോപ്പറാകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ അവിടെയുള്ള നഴ്സസിനോടോ ഡോക്ടേഴ്സിനോടോ ഗൈനക്കോളജിസ്റ്റിനോടോ ഒക്കെ ഒന്ന് ഹെൽപ്പ് ചോദിക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൊസിഷൻസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നിട്ട് ബേബിക്ക് ഗുഡ് ലാച്ചിങ് ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. അടുത്ത 3ാമത്തെ പ്രോബ്ലമാണ് ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ് ആൻഡ് ബ്ലോക്ക്ഡ് ഡക്റ്റ് കേട്ടോ. ബ്രസ്റ്റ് എൻഗോർജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഓവർലി ഫുള്ളായി പോകും. അതായത് മിൽക്ക് പ്രൊഡക്ഷൻ കൂടുതലാവുന്ന സമയത്ത്, ഇത് കൂടുതലും ഉണ്ടാവുന്നത് 3rd day കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ബേബിക്ക് ആവശ്യത്തിന് ബേബി മിൽക്ക് കുടിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ മിൽക്ക് നമ്മൾ ബ്രസ്റ്റിൽ നിന്ന് എംറ്റി ആക്കുന്നില്ല എങ്കിൽ അത് അവിടെ കട്ട പിടിച്ച് കൂടുകയും അത് കൂടുതൽ ബ്രസ്റ്റ് ഫുള്ളാവുകയും അതവിടെ സ്റ്റക്കായി പോയിട്ട് പിന്നെ നമുക്ക് പെയിൻ വരും, അവിടെ സ്വെല്ലിങ് വരും. ചിലപ്പോൾ അത് അവിടെ കട്ട കെട്ടിയിട്ട് ഇൻഫെക്ഷൻ വരെ സംഭവിക്കാറുണ്ട്. ഞാൻ ചില കേസസിൽ കണ്ടിട്ടുണ്ട്, അവരവിടെ സർജറി ചെയ്തിട്ട് അത് എടുത്ത് കളയുന്ന സിറ്റുവേഷൻസൊക്കെ ചില അമ്മമാരത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അറിയത്തില്ലാത്തതിൻ്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസാണ്. ബ്രസ്റ്റ് എൻകോർജ്മെൻറ്റ് വരാതിരിക്കാൻ നിങ്ങളെല്ലാം ഫ്രീക്വൻ്റ് ഫീഡ് ചെയ്യുക കേട്ടോ. എല്ലാ 2 hours കൂടുമ്പോൾ കൊച്ചിന് മിൽക്ക് കൊടുക്കുക.
ഇപ്പം കൊച്ചു കുടിക്കുന്നില്ല എന്ന് കാണുവാണെങ്കിൽ പമ്പ് ചെയ്തെടുത്തിട്ട് എക്സ്പ്രസ് ചെയ്തെടുത്തിട്ട് മിൽക്ക് എടുത്ത് ബോട്ടിലാക്കി കൊച്ചിന് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക. ഈ 3 മണിക്കൂർ കൂടുമ്പോൾ എന്തായാലും മിൽക്ക് പ്രൊഡക്ഷൻ അടുത്തതുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ അറിയാവുന്നിട്ട് പോലും എനിക്ക് ഈ തവണ വന്നപ്പം ഒരു 5th ഡേ ഒക്കെ ആയപ്പം ചെറിയൊരു ഫീവറിഷൊക്കെ പോലെ ഈ ഒരു മിൽക്ക് ഇങ്ങനെ കട്ടായിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബ്രസ്റ്റ് എൻകോച്ച്മെൻറ്റ് വരാതിരിക്കാൻ വേണ്ടി എപ്പോഴും എംപ്റ്റി ചെയ്ത് വെക്കുക. അതിൽ തന്നെയുള്ളതാണ് ബ്ലോക്ക്ഡ് ഡക്റ്റ്. അതായത് നമ്മളിപ്പം പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തില്ലെങ്കിൽ ആ ഡക്റ്റ്, ആ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഡക്റ്റ് ബ്ലോക്ക്ഡ് ആവാനും അവിടെ ചിലപ്പോൾ ലംബ് പോലെ മുഴ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാം വാട്ടർ ഇട്ട്, ഹോട്ട് വാട്ടർ ബാഗൊക്കെ ഇല്ല, ഒരുപാട് ചൂടൊന്നും എടുക്കരുത് കേട്ടോ, ചെറിയൊരു ഹോട്ട് വാട്ടർ ബാഗൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ റൗണ്ടിൽ മസാജ് ചെയ്യാം, എന്നിട്ട് എക്സ്പ്രസ് ചെയ്യാം കേട്ടോ. അത് ആ ഒരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഡക്റ്റ് അവിടുന്ന് അതിൽ നിന്ന് ആ ഒരു ബ്ലോക്കായി കിടക്കുന്ന ആ ഒരു ഇതങ്ങ് പോയി കഴിയുമ്പോൾ റെഡിയാകും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് മസാജ് ചെയ്യുക, എന്നിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുക. പിന്നെ ഡിഫറെൻറ്റ് പൊസിഷനിൽ ബേബീനെ ഫീഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ചിലപ്പോൾ ആ ഡക്റ്റിൽ നിന്നുള്ള ആ ഒരു ബ്ലോക്ക്ഡായി കിടക്കുന്ന അതങ്ങ് പോകാൻ സാധ്യതയുണ്ട്. എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ മസാജ് ചെയ്ത് അതങ്ങ് പോയി കേട്ടോ. പിന്നെ വാം വാട്ടർ ബാത്ത്, അതായത് ഷവർ നിങ്ങൾക്ക് എടുക്കാം, വാം ഷവർ എടുക്കാം. അതൊരു പരിധി വരെ ഇങ്ങനെയുള്ള ബ്രസ്റ്റ് എൻകോച്ച്മെൻറ്റും ഒക്കെ കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നിങ്ങളത് എക്സ്പ്രസ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ മിൽക്ക്. നാലാമതായിട്ട് വരുന്നത് സോർ ഓർ ക്രാക്ഡ് നിപ്പിൾ കേട്ടോ. അപ്പോൾ നിപ്പിളിൽ പെയിൻ വരുമോ അല്ലെങ്കിൽ അവിടെ മുറിവുണ്ടാവുമോ അങ്ങനെയൊക്കെ നമ്മൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു പ്രോബ്ലം കൂടുതലും ന്യൂ അമ്മമാർക്കാണ് സംഭവിക്കാറ്. അതുപോലെ തന്നെ ചിലപ്പം രണ്ടാമത് അമ്മയാവുന്നവർക്കൊക്കെ സംഭവിക്കും. അത് കൂടുതലും ഉണ്ടാവുന്നത് ലാച്ചിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ലാച്ചിങ് എങ്ങനെ പ്രോപ്പർ ആവണമെന്ന്. ബേബീൻ്റെ മൗത്ത് വൈഡ് ഓപ്പൺ ആയിരിക്കണം, ലിപ്സ് അമ്മയുടെ 3/4 ഏരിയയോളം കവർ ചെയ്തിട്ട് നല്ല ഡീപ്പ് സക്കായിരിക്കണം ബേബി ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഗുഡ് ലാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗുഡ് ലാച്ചിങ് അല്ലാത്ത സിറ്റുവേഷൻസിലാണ് നിപ്പിളിൽ പോയി ബേബി സക്ക് ചെയ്യുമ്പം അവിടെ മുറിവുണ്ടാകാനും അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. എന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെനോളിൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു നിപ്പിൾ ക്രീം വാങ്ങിക്കാൻ കിട്ടും. ലെനോളിനുള്ള ഏതെങ്കിലും ഒരു ക്രീം നമ്മൾ മേടിച്ചിട്ട് അപ്ലൈ ചെയ്യുക. എപ്പോഴും നിപ്പിൾ ഡ്രൈ ആക്കി വെക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെ, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ എക്സ്പ്രസ് ചെയ്തിട്ട് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഹീലാകുമെന്ന് പറയുന്നത് എനിക്കത് എക്സ്പീരിയൻസ്ഡ് ഉണ്ട്. ഞാൻ ആരോ പറഞ്ഞു കേട്ടത്. അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിലൊന്ന് നിപ്പിളിങ്ങനെ ഉരഞ്ഞിട്ട് പിന്നെ അത് പെയിൻഫുൾ ആവാതിരിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ 5ാമത്തെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ കുടിക്കുമ്പോൾ ബേബി ഉറങ്ങിപ്പോകാന്നുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിലൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിക്കുക. അങ്ങനെയുള്ള കുറച്ച് സ്റ്റിമുലേഷനൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ സ്ട്രോക്ക് ചെയ്ത് ഇങ്ങനെ കവറിലിങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് ഫേസിൽ തൊടുക, ചെവിയിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി കൊടുക്കുക ചെറുതായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബേബിക്ക് ഒരു സെൻസേഷൻ കിട്ടുമ്പോൾ എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊന്ന് ബർപ്പ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഗ്യാസ് തട്ടി കൊടുക്കാം. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഗ്യാസ് പോയി കഴിയുമ്പോൾ ബേബി ഉണർന്നിട്ട് പിന്നെ ബാക്കി കുടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 6ാമത്തെ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് ഇൻ പബ്ലിക് കേട്ടോ. അതായത് പബ്ലിക്കിൽ നമ്മൾ പോയിട്ട് ഫീഡ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം. അത് എനിക്ക് ആദ്യത്തെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത്, അതായത് ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ റൂമിൽ തന്നെ വന്നിരിക്കുമ്പോൾ എനിക്ക് വേറെ ആരുടെയും മുമ്പിൽ ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് നഴ്സിംഗ് കവർ എന്ന് പറഞ്ഞൊരു ഷോളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, ഞാൻ ആമസോണിൽ നിന്ന് അതൊക്കെ വാങ്ങിച്ചൊക്കെ ഞാൻ ഫീഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഇനീഷ്യലുള്ള ആദ്യമായിട്ടാവുന്ന അമ്മമാർക്കാണ് ഈ പ്രോബ്ലം കൂടുതൽ വരുന്നത്. പിന്നെ ഞാനതങ്ങ് ഓക്കെ ആയി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അത് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ ആ ഷോളൊക്കെ ഇട്ടിട്ട് മിററിൻ്റെ ഫ്രണ്ടിൽ ബേബീനെ വെച്ചിട്ടൊന്ന് ഫീഡ് ചെയ്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. 1-2 തവണ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും അങ്ങനെ ഫീഡ് ചെയ്യാൻ കേട്ടോ. ഇത്രയും ഇഷ്യൂസാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചലഞ്ചസ് ഇത്രയാണ് എനിക്ക് മനസ്സിലായിടത്തോളം. അപ്പോൾ ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.